ഹലോ. ഹലോ. ആ മാഡം നമസ്കാരം. എൻ്റെ പേര് ദിവ്യ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ. ഞാനൊരു പുലയ കുട്ടിയുടെ ഡീറ്റെയിൽസ് കണ്ടു. ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ? ഇല്ല. ഇത് മാട്രിമോണിന്നാ? മാട്രിമോണിയിൽ നിന്നാണ് വിളിക്കണേ. ഞാൻ ഒരു മാട്രിമോണി നടത്തുന്ന ആൾ തന്നെയാണ്. ഇപ്പൊ ഈ ഡീറ്റെയിൽസ് കണ്ടപ്പോൾ അത് കറക്റ്റ് ആണോ, വിവാഹം കഴിഞ്ഞ കുട്ടിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വിളിച്ചതാണ് മാഡം. അപ്പൊ ഇതിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ്: പുലയ യുവതി, വയസ്സ് 37, രേവതി നക്ഷത്രം, ഉയരം 165, ഇരുനിറം, മീഡിയം വണ്ണം, വിദ്യാഭ്യാസം +2. നഴ്സിംഗ് ആണോ പഠിക്കണേ? അത് നഴ്സാണോ? നഴ്സാണ്. അപ്പൊ ഇതിൽ വിദ്യാഭ്യാസം +2 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. BSc ആണോ? അതെ. ഇങ്ങനെ സഞ്ചരിക്കുന്നത് ഞങ്ങളെ പറ്റാ? അല്ല മാഡം, ഞാൻ ചോദിച്ചത് ഇതിങ്ങനെ കൃത്യമല്ലല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് മാഡം. ഇതിൽ കൊടുത്തിരിക്കുന്നത്: സഹോദരി നഴ്സാണ്, അച്ഛൻ ഗവൺമെന്റ് എംപ്ലോയി, അമ്മ വീട്ടമ്മ, ഇടത്തരം ഫാമിലി, സ്ഥലം മലപ്പുറം, 44 വയസ്സ് വരെ നോക്കും, സ്ഥിര വരുമാനമുള്ള ജോലി ആയിരിക്കണം, പ്രൈവറ്റ്, വിദേശം താല്പര്യം, ജാതി ഏതും നോക്കും, അടുത്ത ജില്ലകൾക്ക് മുൻഗണന. ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. 44 വയസ്സ് വരെ നോക്കുന്ന ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് മാഡം ഞാൻ പറഞ്ഞത്. മാഡം പറഞ്ഞിട്ടുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഇതിൽ എനിക്ക് കിട്ടിയതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മാഡം എങ്ങനെയാണ് മാഡത്തിന്റെ ഡിമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതനുസരിച്ചുള്ളവർ മാത്രം വന്നാലേ നമ്മൾ കൊടുക്കുള്ളൂ. അവർക്ക് മാത്രമേ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുള്ളൂ. അതും ആൺകുട്ടികൾ നമ്മുടെ അടുത്ത് ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ നമ്മൾ അവരെ പേരോ ഫോട്ടോയോ ഒന്നും നമ്മൾ ഷെയർ ചെയ്യില്ല. നമുക്കത് കിട്ടിയാലും കൂടി നമ്മളത് ഷെയർ ചെയ്യില്ല. നമുക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർ വിളിക്കുന്നത് എന്താണ്, മുസ്ലിങ്ങളാണ് ഞങ്ങൾക്ക് വിളിക്കുന്നത്. ഇതുപോലെ മാട്രിമോണിക്കാർ കൊടുത്തത്. പാലക്കാട് നല്ല ദിവസം കൊടുത്തത്. ഓക്കെ മാഡം, നമ്മൾ അങ്ങനെയില്ല. മാഡത്തിന് എൻ്റെ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്യാം. ശ്രീമാരി എന്നാണ് ചാനലിന്റെ പേര്. യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. അതിൽ എത്ര വീഡിയോസ് ഉണ്ട്, അത് എങ്ങനെയാണ് പോണേന്നുള്ളതൊക്കെ മാഡത്തിന് നോക്കുമ്പോൾ കാണാം. ഓരോരുത്തരും നമ്മുടെ അടുത്ത് ഡീറ്റെയിൽസ് തരുന്നതും ഞാൻ വിളിച്ച് സംസാരിക്കുന്നതും എല്ലാം അതിലുണ്ട്. അപ്പൊ ഞാനത് ഇത്ര കൃത്യമായതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ച് ചോദിക്കുന്നത്. ഇതെന്റെ പേഴ്സണൽ നമ്പറാണ്. പേഴ്സണൽ നമ്പറിൽ തന്നെയാണ് വിളിക്കണത്. അപ്പൊ നമ്മള് മാഡത്തിന് എന്താണ് അതിന്റെ ഡിമാൻഡ്, അതനുസരിച്ചുള്ളവർ മാത്രം വന്നാൽ മാത്രമേ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുള്ളൂ. ഇപ്പൊ മലപ്പുറത്ത് നിന്നുള്ളവർക്ക് തിരുവനന്തപുരത്ത് നിന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ല. നമുക്ക് ഏതാണോ നമ്മുടെ ഡിമാൻഡ് അതനുസരിച്ചുള്ളവർക്കും നമ്മൾ കൊടുക്കുക. അങ്ങനെയാണ്. അപ്പൊ മാഡത്തിന് എന്താണ് ഡിമാൻഡ് എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ. എത്ര വയസ്സ് വരെയുള്ളവർ നോക്കാം? അപ്പൊ അതിൽ കൊടുത്തിട്ടില്ലേ? അത് മതി. ഞങ്ങൾക്ക് പറഞ്ഞാല് ഹിന്ദു അല്ല, ഞങ്ങൾക്ക് ഒരു സ്നാനപ്പെട്ടൊരു മകനെയാണ് കിട്ടേണ്ടത്. എന്താണ്? സ്നാനപ്പെട്ടൊരു മകൻ, ദൈവവിശ്വാസി. ദൈവവിശ്വാസിയുള്ള ഒരു കുട്ടിയാണ്. അതാ വേണ്ടത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ജോലി. എല്ലാ ജാതി നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ്? ജാതി എന്തായാലും അത് നോക്കുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ ഒരു വിശ്വാസിയായ ഒരു കുട്ടീനെയാണ് വേണ്ടത്. ഓക്കെ. ഏത് ജാതി നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പുലയ കാസ്റ്റ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, അങ്ങനെയാണോ? പുലയ കാസ്റ്റ് നല്ല ഒരു പിന്നെ ക്രിസ്ത്യൻ വിശ്വാസി, അതായത് സ്നാനപ്പെട്ടൊരു മകൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ക്രിസ്ത്യൻസിനെയാണ് കൂടുതൽ നോക്കുന്നത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ നിങ്ങൾ ക്രിസ്ത്യൻസിലേക്ക് കൺവേർട്ട് ആയതാണോ മാഡം? അതെ. ഓക്കെ മാഡം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അതും എടുത്ത് ഞാൻ അതില് ഇടണല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് കേട്ടോ എടുത്തിട്ട്. പിന്നെ നമുക്ക് വിദേശം താല്പര്യമുണ്ടോ? വിദേശം താല്പര്യമുണ്ട്. ജോലി ഉണ്ടായാൽ അത്രയും നല്ലത്. നല്ലൊരു ജോലി ആയിരിക്കണം. ഈ കുട്ടി BSc നഴ്സിംഗ് ആയതുകൊണ്ട് കൊണ്ടുപോകുന്നവരാണ് താല്പര്യമുള്ളത്? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എവിടെ ജോലി ആയാലും നല്ലൊരു ജോലി ഉണ്ടായിരിക്കണം. അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ള ഒരാളായിരിക്കണം, അങ്ങനെയാണോ? ഇപ്പൊ നമ്മൾ മലപ്പുറം മാത്രമേ നോക്കുന്നുള്ളൂ, അതോ മലപ്പുറത്തിനോട് ചേർന്ന് കിടക്കുന്ന ബാക്കിയുള്ള ജില്ലകൾ നോക്കുവോ? അതൊക്കെ നോക്കും. എല്ലാ ജില്ലയും പെടുവോ? എല്ലാ ജില്ലയും നോക്കുവോ? എല്ലാ ജില്ലക്കും കുറെ ദൂരം ജില്ലകളൊന്നും പോവാതെ ഇപ്പൊ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട് അങ്ങനെയാണല്ലേ? അങ്ങനെ കോട്ടയം ജില്ല അങ്ങനെയൊക്കെ പോകും. ആലപ്പുഴ. ഓക്കെ ഓക്കെ മാഡം. ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ച് ഇപ്പൊ ഈ കുട്ടി ജോലി ചെയ്യുന്നുണ്ടോ? എവിടെ? തൃശ്ശൂർ ജോലി ചെയ്യുന്നുണ്ട്. എവിടെയാ ജോലി ചെയ്യുന്നത്? മലപ്പുറത്തോ? സൗദിയിലാണല്ലേ? ഓക്കെ ഓക്കെ. സൗദിയിൽ ജോലി ഉണ്ടല്ലേ? അപ്പൊ അതൊന്നും ഇതിലില്ലല്ലോ നമുക്ക്. അപ്പൊ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മളെടുത്ത് ചോദിക്കുന്നത്. അപ്പൊ ജോലിയുള്ള കുട്ടിയാണ്. അപ്പൊ പുറത്തുള്ള വിദേശത്തുള്ളവരായി അവിടെ തന്നെയുള്ളവരാണെങ്കിലും കൂടി ഉപകാരമായി അല്ലേ? ഓക്കെ മാഡം, താങ്ക് യു. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ മാഡം. ഓക്കെ, താങ്ക് യു.